കേരളത്തിൽ നിന്ന് ഇറങ്ങുന്ന 2 ദിനപത്രങ്ങളാണ് ദേശാഭിമാനിയും മാതൃഭൂമിയും. ഈ 2 പത്രങ്ങൾ ഉപയോഗിച്ച് കുട്ടികളുടെ അപ്പി വരെ തുടക്കരുതെന്നാണ് മാതാപിതാക്കളോട് പറയാനുള്ളത്, പ്രത്യേകിച്ച് ഹിന്ദുക്കളായ മാതാപിതാക്കളോട്. കൂടാതെ മുതിർന്നവർ ഈ പത്രം വായിച്ചാൽ അവർ മനോരോഗികളോ അക്രമകാരികളോ ആയിത്തീരുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ പത്രം നിങ്ങൾ ഉപേക്ഷിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവന് തന്നെ ഭീഷണിയായി തീരും. ബംഗ്ലാദേശിൽ വ്യാപകമായ കലാപം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ കലാപകാരികൾ ബംഗ്ലാദേശിലെ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവും അവിടുത്തെ അറിയപ്പെടുന്ന പത്രപ്രവർത്തകനുമായിരുന്ന പ്രമോദ് കുമാർ ഭൗമികിനെ തൻ്റെ ഓഫീസിൽ നിന്ന് ബലമായി കലാപകാരികൾ പിടിച്ചുകൊണ്ടുവന്ന് തല കീഴായി കെട്ടിത്തൂക്കി തല്ലിക്കൊന്നു. ഇക്കാലത്ത് ഒരു പേ പിടിച്ച പട്ടിയെ പോലും ഇഞ്ചക്ഷൻ ചെയ്തേ അവർ കൊല്ലുകയുള്ളൂ. ഇതുപോലെ ക്രൂരമായ രീതിയിൽ തല്ലിക്കൊല്ലുകയില്ല. അപ്രകാരം കൊന്നിട്ട് ദേശാഭിമാനി ഒരു വരി അനുശോചനമോ പ്രതിഷേധക്കുറിപ്പോ എഴുതിയില്ല. അതായത് ദേശാഭിമാനിയുടെ ഓഫീസിലിരിക്കുന്നവർ പട്ടിയേക്കാൾ തരം താഴ്ന്നവരായിരിക്കണം. അതായത് ഇതിന് മറ്റൊരർത്ഥം കൂടിയുണ്ട്. ഒരു ഹിന്ദു ആയിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകാരന് ഒരു വിലയുമില്ല ലോകത്തുനിന്ന് ദേശാഭിമാനി പത്രം തന്നെ നിങ്ങളോട് വിളിച്ചു പറയുന്നു. എന്നിട്ടും നിങ്ങൾ ആ പത്രം തന്നെ ദിവസവും രാവിലെ വിഴുങ്ങുന്നു പച്ചയ്ക്ക്. ഇനി മറ്റൊരു അറിയപ്പെടുന്ന പത്രമാണ് മലയാളത്തിലെ മാതൃഭൂമി. മാതൃഭൂമി കലാപം ബംഗ്ലാദേശിൽ പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ പറഞ്ഞത് അവിടെ വസന്തം വിരിഞ്ഞു എന്നാണ്. അവിടെ നടക്കുന്നത് ഹിന്ദു വംശഹത്യയാണ്, ഹിന്ദു കൂട്ടക്കൊലയാണ്. പെണ്ണുങ്ങളെ പിടിച്ച് പച്ചയായി തന്നെ ബലാത്സംഗം ചെയ്ത് കൂട്ടത്തോടെ കൊല്ലുന്നു. എന്നിട്ട് ആ പത്രം പറയുന്നത് അവിടെ വസന്തം വിരിഞ്ഞു എന്നാണ്. എന്നിട്ടും ഈ പത്രം മേടിച്ച് മലയാളികൾ ദിവസവും രാവിലെ വായിച്ച് ആത്മസംതൃപ്തി അടഞ്ഞ് പിറ്റേ ദിവസവും ഇത് തന്നെ മേടിച്ച് വീണ്ടും വായിക്കുന്നു. ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങളായ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ബുദ്ധമതക്കാരും ജൈനമതക്കാരും സിഖുകാരുമെല്ലാം ക്രൂരമായ പീഡനത്തിന് ഇരയായി കൊല്ലപ്പെടുകയാണ്. ന്യൂനപക്ഷങ്ങളുടെ വീടുകൾ അഗ്നിക്ക് ഇരയാക്കുന്നു. ഇതെല്ലാം ഇവർ നോക്കി നിൽക്കുകയാണ്. അതായത് വിദേശ മാധ്യമങ്ങൾ ഉൾപ്പെടെ ഇത് നോക്കി നിന്ന് കാണുന്നു, ആസ്വദിക്കുന്നു. എന്ത് നല്ല ലോകത്താണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. ഗാസയ്ക്ക് വേണ്ടി ഒന്തോരം മെഴുകുതിരിയാണ് നമ്മൾ കത്തിച്ചത്. എത്രമാത്രം പ്രതിഷേധമാണ് നമ്മൾ നടത്തിയത്. ഓഫീസിലെ ജീവനക്കാർ വരെ ഇറങ്ങി വന്ന് മെഴുകുതിരി കത്തിച്ചിരുന്ന നാടാണിത് ഗാസയ്ക്ക് വേണ്ടി. അതായത് ഗാസയിലെ മുസ്ലിമിന് മാത്രമേ ലോകത്ത് വിലയുള്ളൂ, മുസ്ലിം മാത്രമേ ലോകത്ത് അവശേഷിക്കുവാൻ പാടുള്ളൂ എന്ന് ഗവൺമെൻറ് ഓഫീസിലിരിക്കുന്ന ഈ വിവരദോഷികൾ വരെ പ്രതിഷേധിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. വിശ്വപൗരനായ ശശി തരൂരിനും ഗാസയ്ക്ക് വേണ്ടി സമയം കണ്ടെത്താൻ കഴിഞ്ഞിരുന്നു. എന്നാൽ ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി സമയം കണ്ടെത്തുവാൻ അദ്ദേഹത്തിന് സമയമില്ല. ഇനി ലോകത്ത് മുഴുവൻ പാടി നടന്ന ഒരു സംഗീതജ്ഞനുണ്ടായിരുന്നു, രാഹുൽ ശങ്കർ. അദ്ദേഹം ബംഗ്ലാദേശിലെയും ലോകത്ത് തന്നെ അറിയപ്പെടുന്ന ഒരു സംഗീതജ്ഞനായിരുന്നു. അദ്ദേഹത്തിനെ കലാപകാരികൾ പിടിച്ച് അദ്ദേഹത്തിൻ്റെ വീടും കത്തിച്ചു. അദ്ദേഹത്തിൻ്റെ കോടിക്കണക്കിന് രൂപ വിലമതിക്കുന്ന സംഗീത ഉപകരണങ്ങളും കത്തിച്ചു. അദ്ദേഹത്തിനും വയറു നിറച്ച് കിട്ടി. ജീവനും കൊണ്ട് അദ്ദേഹം ബംഗ്ലാദേശ് വിട്ട് ഓടിപ്പോകേണ്ടി വന്നു. ഇനി കേരളത്തിലുമുണ്ട് ഇതേപോലെ കുറേ സാംസ്കാരിക നായകൾ. MT പത്മനാഭൻ, മുകുന്ദൻ എന്ന് വേണ്ട സകല മതേതരവാദികളും അവർ കാത്തുവെച്ചിട്ടുണ്ട്. അവർ നിങ്ങൾക്കും ഇത് തന്നെയാണ് കാത്തുവെച്ചേക്കുന്നത്. അതായത് ഹിന്ദുമതത്തെ കുറ്റം പറഞ്ഞുകൊണ്ട് ഇസ്ലാമിസ്റ്റുകളെ പൊക്കി പിടിച്ചു നടക്കുന്ന മതേതരവാദികളെല്ലാവരും കാത്തിരുന്നോളൂ, നിങ്ങൾക്കും ഇത് തന്നെയാണ് ഗതി. കാരണം നരേന്ദ്രമോദി ഉള്ളതുകൊണ്ട് ജീവനെങ്കിലും ചിലപ്പോൾ തിരിച്ചു കിട്ടിയേക്കാം. കേരളത്തിലും ഇസ്ലാമിസ്റ്റ് രാജ്യം സ്ഥാപിക്കുവാൻ വേണ്ടി നടക്കുന്നവർ നിങ്ങളെയാണ് ആദ്യം ഉന്നം വയ്ക്കുന്നത്, മതേതരവാദികളെയാണ് അവർ ആദ്യം ലക്ഷ്യം വെക്കുന്നതെന്ന ബോധമെങ്കിലും ഈ മതേതര കഴുതകൾക്കുണ്ടായാൽ ഭാഗ്യം.